അതെന്തുകൊണ്ടാണ് റീച്ച്? രേണുസുതി എന്നൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ റീച്ച് കിട്ടും. എൻ്റെ സുധിച്ചേട്ടൻ്റെ ലൈഫിൽ ഞങ്ങളുടെ നടുക്ക് വന്ന് താമസിച്ചവനാണോ പറഞ്ഞത്? എനിക്ക് സൗകര്യമില്ല ആർക്കും. പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ UK പോവാണ്, ലണ്ടൻ. ആ ഒരു കാര്യം മാത്രം പിടി. കാരണം ഒന്നാമത് സുധിച്ചേട്ടൻ അങ്ങനെ പോയതിൻ്റെ ഒരു ട്രോമ ഇതുവരെയായിട്ടും, ട്രോമ മീൻസ് ആ ഒരു ഓർമ്മയിൽ നിന്ന് നമ്മളത് വിട്ടുമാറിയിട്ടില്ല. നമുക്ക് ഒരു അറയ്ക്കും വണ്ടി. ഇപ്പൊ ചേച്ചിയുടെ അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ പുറത്തു വരുമ്പോ ചേച്ചിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ചേച്ചിനെ കാണുമ്പോൾ ഓരോ കാര്യങ്ങളും ഒരു വാക്ക് വെച്ചിട്ട് അതിനെ എയറിലേക്ക് കയറ്റുന്ന ആൾക്കാരാണ് മൊത്തത്തില്. അതെന്തുകൊണ്ടാണ് റീച്ച്? രേണുസുതി എന്നൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ റീച്ച് കിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, ഇപ്പൊ രേണുസുതി ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സെലിബ്രിറ്റി ആയതിന്റെ അഹങ്കാരം, പൈസയുള്ള അഹങ്കാരം. ആ പറയുന്നവനെ എൻ്റെ സുധിച്ചേട്ടൻ്റെ ലൈഫിൽ ഞങ്ങളുടെ നടുക്ക് വന്ന് താമസിച്ചവനാണോ പറഞ്ഞത്? ഞാൻ നേരത്തെ തൊട്ടേ മോഡേൺ ഡ്രസ്സ്, കിച്ചുവും സുധിച്ചേട്ടനും എനിക്ക് ട്രെൻഡ്സിൽ നിന്നൊക്കെ മോഡേൺ ഡ്രസ്സ് തന്നെയാണ് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, ഞാൻ ചിലപ്പോൾ മോഡേൺ ഡ്രസ്സ് ഇടും, ഞാൻ ചിലപ്പം നാടൻ ഡ്രസ്സ് ഇടും. ഇതൊക്കെ ഇവരെ എന്തിനാ ഞാൻ ബോധ്യപ്പെടുത്തുന്ന? ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. സെലിബ്രിറ്റി ആയ എൻ്റെ അഹങ്കാരമൊന്നുമല്ല. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്, ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് എന്ത് ഡ്രസ്സാണ്? ചുരിദാറല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ട് ഞാൻ ഇട്ടു. അത് എൻ്റെ ഡ്രസ്സ് ഇടുന്നതും കാര്യങ്ങളും ഒന്നും ബോധിപ്പിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല ആർക്കും, ആരെയും ബോധിപ്പിക്കാൻ, ഇവനെയൊക്കെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. എന്നാലും ചേച്ചി പുതിയ കാറൊക്കെ എടുത്തില്ലേ, അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചോ? ഇല്ലില്ല, പഠിച്ചില്ല. പഠിക്കാൻ ആഗ്രഹമില്ലേ? ഒരാഗ്രഹവും ഇല്ല, പേടിയാണ്. എന്താ? ആ ഒരു കാര്യം മാത്രം പേടി. കാരണം ഒന്നാമത് സുധിച്ചേട്ടൻ അങ്ങനെ പോയതിൻ്റെ ഒരു ട്രോമ ഇതുവരെയായിട്ടും, ട്രോമ മീൻസ് ആ ഒരു ഓർമ്മയിൽ നിന്ന് നമ്മളത് വിട്ടുമാറിയിട്ടില്ല. നമുക്ക് ഒരു അറയ്ക്കും നമ്മൾ വണ്ടി. കാർ എടുത്തതിൽ പിന്നെ എന്തിനാ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണേ? കാർ എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ കാർ എടുത്തത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഞാൻ ബസ്സും ട്രെയിനും അവർ AC ബസ്സും AC ട്രെയിനൊക്കെ ബുക്ക് ചെയ്താണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ചേച്ചിയുടെ നെക്സ്റ്റ് അടുത്ത പരിപാടിയും പ്ലാനുകളൊക്കെ എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ 6-ാം തീയതി ഞാൻ പോവാണ്, ബാച്ചിലേഴ്സിലോട്ട് പോവാണ്. ദെൻ പിന്നെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ UK പോവാണ്, ലണ്ടൻ. ബഹ്റിൻ കഴിഞ്ഞാൽ അടുത്ത് UK. യെസ്, ഏപ്രിലാണ് പോകുന്നത്. അപ്പൊ ഇന്നാണ് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും വന്നത്. അപ്പൊ UK ഞാൻ ബാച്ചിലേഴ്സിലും പാപ്പിലോണിലും ഒക്കെ പോയപ്പം എനിക്കൊരു ഇക്കാനെ പരിചയപ്പെട്ടു. ഷോ ഡയറക്ടറാണ് അതിന്റെ, അർഫാത്ത് എന്നാണ് പേര്. ഇക്ക നല്ലൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ പരിചയപ്പെട്ടു. സൂചനയൊക്കെ അറിയാം, ഒരുപാട് സെലിബ്രിറ്റികളെ ലോകം മുഴുവൻ കൊണ്ടുപോകുന്ന ആളാണ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടപ്പം. അപ്പൊ അദ്ദേഹം എന്നോട് നമുക്ക് പ്രോഗ്രാമിന് കാണാൻ, എൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, പ്രോഗ്രാമിന് കാണാം. അപ്പൊ ഞാനും ഓർത്താ അങ്ങനെ പറഞ്ഞാലും ചിലപ്പം വിളിക്കത്തില്ലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിൽ ഞാൻ 2ാമത് പോയി, റോസസ് ഡ്യൂവിന്റെ ഇന്നോഗ്രേഷന്, നമ്മുടെ സ്മിത ചേച്ചിന്റെ. വസീകര കത്തിച്ചു, തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഒരു കോള്, അർഫാത്തിക്ക, രേണു പാസ്പോർട്ടൊക്കെ ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് UK ഒന്ന് പോണം പ്രോഗ്രാമിന്, വസീകര കത്തിച്ചല്ലേ, കുറച്ച് പാട്ടിൽ ലിസ്റ്റൊക്കെ പറയാം, പഠിച്ചു വെച്ചോ, നമുക്ക് ഏപ്രിലൊക്കെ പോകാൻ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പോസ്റ്റർ വന്ന്, ഞാൻ ആ പോസ്റ്റർ പുറത്ത് വിട്ടിട്ടില്ല, പക്ഷെ ഞാൻ മെയിൻ സ്ട്രീം വേണ്ടിന്റെ ആൾക്കാരെ, പ്രേക്ഷകരെ എന്തായാലും ഞാൻ കാണിക്കും. പോസ്റ്റർ കുറച്ച് നമ്മൾ ഈ എന്താ പറയാ, പ്രോഗ്രാമിന്റെ ദിവസമൊക്കെ അടുക്കാറാകുമ്പോൾ നമുക്ക് കൊളാബ് ചെയ്യാന്ന് വെച്ച് എന്തായാലും ഞാൻ പ്രോഗ്രാം ഇപ്പം ഈ അർഫാത്തിക്കായും ഒക്കെ ഞാൻ ആ പോസ്റ്റർ കാണിക്കാം. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട്, ഇതിപ്പോ ഇവിടെ എന്നാ വല്ല കാട്ടാക്കടയായിരിക്കും. ഞാൻ കാട്ടാക്കടയും നല്ല തന്നെയാണ്, ഇവിടെ നാട്ടിലെ പ്രോഗ്രാം നല്ലതാണ്, പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് കമന്റ് വരും. ഓ, അവള് ചുമ്മാ പറഞ്ഞത് UK എന്നുള്ളത്, യുണൈറ്റഡ് കിങ്ഡം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈസ്റ്റർ വിഷു സെലിബ്രേഷൻ ആഘോഷം 2026 കൊച്ചിൻ ഗോൾഡൻ നൈറ്റ്സ് പ്രസൻസ്. ബിനു അടിമാലി, രേണുസുതി, കൊല്ലം കിഷോർ, ജോയി സൈമൺ, രാഗി. പിന്നെ ബുക്കിങ്ങിന്റെ ഒക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ എഴുതിയിട്ടുണ്ട് ഡയറക്ഷൻ അർഫാത്ത്. സൂം ചെയ്ത് UK തന്നെ എഴുതിയേക്കുന്നത്, ഇനി പറയും ആൾക്കാർ കമന്റ് അറിയാൻ പറ്റില്ല. അപ്പം ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ എന്താ, അവർക്കൊക്കെ താങ്ക്സേ ഉള്ളൂ, കാരണം അവരൊക്കെ കാരണമാണ്. ഇപ്പൊ സന്തോഷം, ഇത് കൺഫേം ആയി. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ദൈവം സഹായിച്ച് അവിടെ പോകാൻ പറ്റട്ടെ, പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും, അവിടെ പോകുന്ന എല്ലാ കലാകാരന്മാർക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, UK സുധിച്ചേട്ടനെ സ്നേഹിച്ചതും എന്നെ, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. അവരെയൊക്കെ നേരിട്ട് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്.
എന്റെ ബഹ്റൈൻ പോലെ തന്നെ അല്ലെങ്കിൽ എന്റെ ദുബായ് പോലെ എന്റെ ആയല്ലേ ഇപ്പൊ പാൻ ഇന്ത്യ അല്ലേ അങ്ങനെ എല്ലാം എന്റെ ആയി. സോ ഇനിയിപ്പോ UK-യിലും മൊത്തത്തില് ഇന്ത്യ മുഴുവൻ രേണുസുതിയുടെ ആയി. ഇനി തമിഴ്നാട് കൂടെ പോയാൽ മതി.